ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ്. ഇന്നലെ കൂടിയത് അതേപോലെ തന്നെ ഇന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. പവന് 2200 രൂപയാണ് കുറഞ്ഞത്. നിലവിൽ തിങ്കളാഴ്ചത്തെ നിരക്കായ 72,120 സ്വർണ്ണവില താഴ്ന്നിരിക്കുന്നത്. ഗ്രാമിനും ആനുപാതികമായ വില കുറഞ്ഞു. 275 രൂപയാണ് താഴ്ന്നത്. സ്വർണ്ണവില 75,000 കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് ഇന്ന് വില താഴ്ന്നിരിക്കുന്നത്. ഈ മാസം 12-നാണ് സ്വർണ്ണവില ആദ്യമായി 70,000 കടന്നത്. 10 ദിവസത്തിനിടെ 4,000-ലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് ഇന്ന് വില താഴ്ന്നിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നുണ്ടെന്ന് വിപണി വിദഗ്ധർ അറിയിക്കുന്നു. മറ്റൊരു അറിയിപ്പ്, ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇനി രക്ഷിതാക്കൾ വഴി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് മാർഗരേഖ പരിഷ്കരിച്ചു. നിലവിലുള്ള വ്യവസ്ഥകൾ കൂടുതൽ യുക്തിസഹമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ജൂലൈ 1-നകം ബാങ്കുകൾ ഇത് പാലിച്ചിരിക്കണം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി അക്കൗണ്ട് തുറക്കാനും പ്രവർത്തിക്കാനും കഴിയും. സേവിങ്സ് അക്കൗണ്ടിന് പുറമെ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് തുറക്കുന്നതിനും തടസ്സമില്ല. പണമിടപാട് പരിധി, പ്രായം എന്നിവയിൽ ബാങ്കുകൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ അക്കൗണ്ട് ഉടമയുടെ ഒപ്പും മറ്റും ബാങ്ക് രേഖപ്പെടുത്തണം. കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ്, ATM കാർഡ്, ചെക്ക് ബുക്ക് എന്നിവ നൽകും. മൈനർ അക്കൗണ്ടുകളിൽ നിന്ന് അമിതമായി പണം പിൻവലിക്കുന്നില്ലെന്നും ആവശ്യത്തിന് ബാലൻസ് ഉണ്ടെന്നും ബാങ്കുകൾ ഉറപ്പാക്കണം. പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് വേണ്ടി അക്കൗണ്ട് തുറക്കുന്ന സമയത്തും അതിനുശേഷവും ബാങ്കുകൾ KYC നടപടികൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. RBIയുടെ KYC മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ KYC അപ്ഡേറ്റുകൾ നടക്കുന്നുണ്ടെന്നും ബാങ്കുകൾ ഉറപ്പാക്കേണ്ടതാണ്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 26 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. മറ്റൊരറിയിപ്പ്, യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം വാഗ്ദാനം ചെയ്ത് KSRTC ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇനി ചില്ലറയും നോട്ടുമില്ലാതെ ഇനി ധൈര്യമായി ബസ്സിൽ കയറാം. പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം പോലുള്ള കൂടുതൽ ട്രാവൽ കാർഡുകൾ വീണ്ടും അവതരിപ്പിച്ചാണ് KSRTCയുടെ ഡിജിറ്റലൈസേഷൻ ഡ്രൈവ് ആരംഭിക്കുന്നത്. മെയ് 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജിറ്റലൈസേഷൻ ഡ്രൈവ് ആരംഭിക്കുമെന്ന് KB ഗണേഷ് കുമാർ അറിയിച്ചു. തുടക്കത്തിലെ ആപ്പുമായി സഹകരിച്ച് KSRTCയിൽ 1 ലക്ഷം റീചാർജ് ചെയ്യാവുന്ന ട്രാവൽ കാർഡുകളാണ് പുറത്തിറക്കുക. മറ്റൊരറിയിപ്പ്, ഏപ്രിൽ മാസത്തെ പെൻഷൻ നിരവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. 1,600 രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ ഒരു തുകയും എത്തിച്ചേരുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്നവർക്കാണ് ആനുകൂല്യ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അതിനുശേഷം അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. 2025 ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം. ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത്. വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും. തീയതികൾ വരും ദിവസങ്ങളിൽ അറിയിക്കും. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനും സാധിക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.